അപ്പൊ നമുക്ക് നിൽക്കാൻ സമയമില്ല, നമ്മുടെ ഓട്ടപ്രദക്ഷിണം തുടരുകയാണ്. നമുക്ക് ചോദിച്ചു പോവാം എന്താ നാട്ടുകാർക്ക് പറയാനുള്ളതെന്ന്. ഇവിടെ കുറച്ച് നമ്മുടെ യൂത്ത് വൈബ് ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. ഇലക്ഷനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓ, എന്താ പറയാനുള്ളത്? MLA പൊളിയാണ്. MLA വട്ടിയൂർക്കാവാണ്. ആണോ? MLA ബ്രോ. MLA വന്ന ശേഷമാണ് ഈ റോഡ് മൊത്തം ഗംഭീരമായത്. വട്ടിയൂർക്കാവിൻ്റെ പ്രശ്നം വസ്തുത കഴിഞ്ഞ 6 വർഷക്കാലം പറഞ്ഞു കഴിഞ്ഞാൽ മുരളീധരൻ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയാണ്. ഒന്നാമത് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് VKP വന്നു. നമ്മളെ കഴിഞ്ഞ വർഷം നമുക്കെല്ലാവർക്കും ചേട്ടാ എന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. നമ്മളെ സഹായിക്കേണ്ട രീതിയിലെല്ലാം സഹായിക്കണം. ഉറപ്പായും വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ വർഷത്തേക്കാണ് ഭൂരിപക്ഷത്തിൽ VK പ്രശാന്ത് ജയിക്കണം. പ്രശാന്ത് അവിടെ ജയിച്ചാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്താണ് സംസ്ഥാനത്തിന്റെ മൊത്തം ഭരണം നോക്കുകയാണ്, തുടർ ഭരണം ഉണ്ടാകും? ഉറപ്പായും തുടർ ഭരണം ഉണ്ടാവണം. എന്താണ് നമ്മളുടെ അഭിപ്രായം? എന്താണ് എല്ലാവരുടെ അഭിപ്രായം? തുടർ ഭരണം ഉണ്ടാകണം. ഇവിടെ എന്താ തീർച്ചയായിട്ടും തുടർ ഭരണം വരണം എന്നാണ് അഭിപ്രായം. താരതമ്യം ചെയ്യാൻ പറ്റുമോ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി? ഉറപ്പായിട്ട് താരതമ്യം ചെയ്യാം. നമുക്ക് ഇത്രയും നല്ലൊരു ക്യാപ്റ്റൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ വികസനം ഇത്രയും മുന്നോട്ട് പോകുന്നതും. ഞങ്ങളെ പോലുള്ള യൂത്തുമാർക്ക് ഉറപ്പായിട്ടും MLA VK പ്രശാന്ത് വരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വരണമെന്നാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇവിടുത്തെ ജനങ്ങൾ കള്ളം മാത്രം പറയുന്ന ഒരാളായി മാറിക്കഴിഞ്ഞല്ലേ? എന്ത് പറഞ്ഞാലും നുണയാണ്. നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ മുരളീധരൻ നിന്ന് 8 വർഷം എങ്ങനെയാണ്, VK പ്രശാന്ത് നിന്ന് 6 വർഷം എങ്ങനെയാണെന്ന്. ഈ 6 വർഷത്തിലാണ് ഒട്ടനവധി വികസന പ്രവർത്തനം ഇവിടെ കൊണ്ടുവന്നത്. വികസനത്തിനാണോ? പിന്നല്ല, തീർച്ചയായിട്ടും ഇവിടെ ഒരു സംശയമില്ല, വികസനത്തിനാണ് ഇവിടെ വോട്ട്. അതെന്താ മൂടി വെച്ച്? ഇലക്ഷനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? ശ്രദ്ധിക്കാറുണ്ട്. ഇത്തവണത്തെ പ്രതീക്ഷ LDF വരും. എന്താ അങ്ങനെ തോന്നാം? എന്നാൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് തന്നെ പ്രതീക്ഷ. വികസനമാണ്. ഒളിച്ചിരിക്കണ്ട കേട്ടോ. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും രണ്ടുപേരും എങ്ങനെ കാണുന്നു? മുഖ്യമന്ത്രി വികസനത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നുണകൾ മാത്രം പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ശരിയായ നടപടിയല്ല. എന്തിനു വേദന ഏർപ്പെടും? വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ തടയുന്ന ഒരു സമീപനം LDF വരും. അങ്ങനത്തെ വികസനമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്.